2019 സ്വർണ്ണപ്പാളിയുടെ അറ്റകുറ്റപ്പണിയിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന് മുൻ തിരുവാഭരണം കമ്മീഷണർ RG രാധാകൃഷ്ണൻ 24 പറഞ്ഞു. ദ്വാരപാലക ശില്പത്തിലെ ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അഴിച്ചു നൽകി. ചെമ്പുപാളികൾ എന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. നിയമവിരുദ്ധമായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണം പൂശാൻ പാളികൾ നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. ചെമ്പ് തകിട് ഇളക്കി, ചെമ്പെന്നാണ് പറഞ്ഞിരിക്കുന്നത്, സ്വർണ്ണം ഒന്നൊന്നും പറയുന്നില്ല. ചെമ്പ് തകിട് ഇളക്കി മാറ്റി തൂക്കം നോക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാൻ പറയുന്നുണ്ട്. എന്തിനാണ്? അയാൾ സ്വർണം പൂശി തരാമെന്ന് സ്പോൺസർഷിപ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട്. അങ്ങനെ ഈ സാധനം അവിടുന്ന് ഇളക്കി 19-20 തീയതികളിൽ തലേമാസം 7-ാം മാസം ഇത് ഇളക്കി പോകുന്നു. പിന്നെ ഒരു വിവരവുമില്ല. നമുക്കിതിനെക്കുറിച്ച് അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇത് കുറേ ദിവസം കഴിഞ്ഞ് ഏകദേശം എനിക്ക് തോന്നുന്നു 1 മാസത്തോളം അടുപ്പിച്ചാവും തോന്നുന്നു. അടുത്ത ഓഗസ്റ്റ് 29-നാണ് നമ്മൾ ഇവിടുന്ന് ചെന്നൈ പോകുന്നത്. അതായത് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരുവാഭരണം കമ്മീഷണറുടെ പ്രസൻസ് വേണം. അങ്ങനെ ഞങ്ങളിവിടെ ചെന്നൈ പോയി ഈ സാധനം ചെന്ന് നോക്കുമ്പോൾ അവിടെ ചെമ്പ് പാളികളാണ് ഇരിക്കുന്നത്. ഈ ദ്വാരപാലകരിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ചെമ്പ് പാളികളുടെ പല പാർട്ടുകളായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ തൂക്കം നോക്കി ആദ്യം ഞങ്ങൾ റെക്കോർഡ് ചെയ്യും. അത് മാസർ എഴുതി റെക്കോർഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ സാധനം സ്വർണം പൂശാൻ നമ്മൾ കൊടുക്കും. അത് നമ്മുടെ പ്രസൻസിൽ സ്വർണം പൂശി തിരിച്ച് അവർ തരുമ്പോൾ അതിനെ വീണ്ടും നമ്മൾ തൂക്കും. അങ്ങനെ തൂക്കി നോക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ സ്വർണം എത്ര അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ തൂക്കി നോക്കിയപ്പോഴാണ് 394.900 ഗ്രാം സ്വർണം അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു 40-49 പവനോളം സ്വർണം അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. അത് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ മകസറും എഴുതി. MG പ്രതീഷ് ഉണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീക്ഷയ്ക്ക് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇതിൽ പറ്റിയ ഗുരുതര വീഴ്ചകൾ അത് വെളിപ്പെടുന്നുണ്ടല്ലോ. ഈ അടിമുടി ദുരൂഹമാണല്ലോ ഈ സ്വർണ്ണപ്പാളി അന്ന് കൊണ്ടുപോയതും തിരികെ എത്തിച്ചതുമൊക്കെ. പ്രതീക്ഷ ഉന്മേഷ, തീർച്ചയായും സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിൽ അടിമുടി ദുരൂഹതയാണ് ഉള്ളത്. കാരണം 2019-ലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമായി അവിടെ നിന്ന് ഇത് കൊണ്ടുപോകുന്നത്. അന്ന് ചെമ്പ് പാളികൾ അഴിച്ചു കൊടുത്തു എന്നതാണ് തിരുവാഭരണം കമ്മീഷണർ ഇപ്പോൾ 24-നോട് പറയുന്നത്. അദ്ദേഹം എത്തുന്നതിനും അദ്ദേഹം തിരുവാഭരണം കമ്മീഷണറായി ചുമതലയേൽക്കുന്നതിന് 1 മാസം മുമ്പാണ് ഈ ചെമ്പ് പാളികളെന്ന് പറഞ്ഞ് ഇത് അഴിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത്. അതിന് പിന്നാലെയാണ് ഇദ്ദേഹം തിരുവാഭരണം കമ്മീഷണറായി ചുമതലയേൽക്കുകയും ചെന്നൈയിൽ പോയി ഇത് പരിശോധിക്കുകയും ചെയ്തത്. ചെന്നൈയിൽ വച്ച് സ്വർണം പൂശിയ ശേഷം അതിന്റെ തൂക്കവും തിട്ടപ്പെടുത്തിയ ശേഷം ഈ ഉദ്യോഗസ്ഥർ തിരുവാഭരണം കമ്മീഷൻ അവിടെ നിന്ന് മടങ്ങി. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് ഈ രാധാകൃഷ്ണൻ പറയുന്നത്. ഈ സ്വർണം പൂശിയ ശേഷം ഈ ശബരിമലയിൽ ഇത് വീണ്ടും പുനഃസ്ഥാപിക്കുമ്പോൾ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യം വേണം. പക്ഷേ അക്കാര്യം ഒന്നും തന്നെ തങ്ങളെ അറിയിച്ചിരുന്നില്ല. സ്വന്തം നിലയ്ക്ക് ഈ അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ജീവനക്കാർ എത്തി ഈ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ സ്ഥാപിക്കുകയായിരുന്നു. കൃത്യമായൊരു മേൽനോട്ടം ഒന്നും തന്നെ ഈ തിരുവാഭരണം കമ്മീഷണറുടെ ഭാഗത്ത് അല്ലെങ്കിൽ അവരെ അറിയിക്കാതെയാണ് ഇത് നടത്തിയത്. അത്തരത്തിലുള്ള ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഈ ശബരിമലയിലെ മുൻ തിരുവാഭരണം കമ്മീഷണർ നടത്തിയിരിക്കുന്നത്. ഒപ്പം അന്ന് ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവ് പോലും വളരെ ദുരൂഹം എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഈ അവിടെ സ്ഥാപിച്ചിരുന്നത് ഈ അഴിച്ചുകൊണ്ട് പോകുമ്പോൾ അത് ചെമ്പായിരുന്നു സ്വർണമായിരുന്നു എന്ന കാര്യത്തിൽ പോലും കൃത്യമായൊരു വ്യക്തതയില്ല. ഈ ചെമ്പ് പാളികൾ അഴിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകൂ, അതിനുശേഷം ഇത് സ്വർണം പൂശിയ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ കൊണ്ടുവരും. ഇതായിരുന്നു ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവ്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാനാണ് എന്നുള്ള ഒരു ആക്ഷേപം ഉൾപ്പെടെ ഉയരുന്നുണ്ട്. ഒപ്പം 2019-ലായിരിക്കാം ഈ സ്വർണത്തിൽ ഉൾപ്പെടെ അതിന്റെ സ്വർണത്തിന്റെ തൂക്കത്തിൽ കുറവ് വന്നത് എന്നതാണ് നിലവിലെ ദേവസ്വം ബോർഡും സംശയിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണം എന്നതാണ് ഈ നിലവിലെ ദേവസ്വം ബോർഡും ഈ മുൻ തിരുവാഭരണം കമ്മീഷണറും അറിയിച്ചിരിക്കുന്ന കാര്യം. ഒപ്പം ഇത്തരത്തിൽ ഈ സ്വർണം പൂശുന്ന കാര്യത്തിൽ ഉൾപ്പെടെ കൃത്യമായ നടപടിക്രമങ്ങൾ ഉണ്ട്. ഈ ഏതെങ്കിലും തരത്തിൽ അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ അത് ശബരിമലയിൽ വെച്ച് തന്നെ നടത്തണം എന്നതാണ് ദേവസ്വം മാനുവലിൽ പറയുന്നത്. പക്ഷേ അതിനൊക്കെ തന്നെ വിരുദ്ധമായാണ് ചെന്നൈയിൽ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അത്തരത്തിൽ മാനുവലിന് വിരുദ്ധമായി ചെയ്യണമെങ്കിൽ അതിൽ ഭേദഗതി വരുത്തണം. അതിൽ ഭേദഗതി ഒന്നും തന്നെ വരുത്താതെയാണ് ഈ സ്വന്തം നിലയ്ക്ക് ഒരു അപരിചിതനെ ഇത് ഇളക്കി നൽകുകയും അദ്ദേഹം അവിടെ കൊണ്ടുപോയി സ്വർണം പൂശി എന്ന് പറഞ്ഞ് തിരികെ കൊണ്ടുവരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലടക്കം അടിമുടി ദുരൂഹത ഇതാണ് പ്രധാനമായും ഉയരുന്ന കാര്യം. എന്തായാലും ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണം. അതിലൂടെ മാത്രമേ ഏത് കാലത്താണ് ഈ സ്വർണത്തിന്റെ അളവിൽ വ്യത്യാസമുണ്ടായത് എന്ന കാര്യങ്ങളിലടക്കം വ്യക്തത വരികയുള്ളൂ. അതാണ് അദ്ദേഹം മുൻ തിരുവാഭരണം കമ്മീഷണർ
കമ്മീഷണറും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം. എന്തായാലും 2019 വീഴ്ച ഹൈക്കോടതി അറിയിക്കാനാണ് ദേവസ്വം ബോർഡിന്റെയും തീരുമാനം. ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ 2019 ഗുരുതര വീഴ്ചയുണ്ടായ കാര്യം ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെയും ബോധ്യപ്പെടുത്തും. ഉന്മേഷ്, പ്രതീഷ്, ഇപ്പോൾ ഈ 2019 അവിടെ ദേവസ്വം ബോർഡിന്റെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു, ഉത്തരവുണ്ടായിരുന്നു. അതൊക്കെ ലംഘിച്ച് ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകാൻ അനുമതി നൽകി എന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഇക്കാര്യത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായല്ലോ. ഇതൊക്കെ ആസൂത്രിതമെന്നാണോ? അക്കാര്യത്തിൽ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നുണ്ടോ ദേവസ്വം ബോർഡ് ഇപ്പോൾ? ഉന്മേഷ്, ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ശബരിമലയിലെ ഉന്നത ഉദ്യോഗസ്ഥരോ അറിയാതെ 2019 സ്വന്തം നിലയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ ഈ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ ചെമ്പുപാളി അവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് ഈ തിരുവാഭരണം കമ്മീഷണർ ഉൾപ്പെടെ ചോദിക്കുന്ന കാര്യം. അക്കാര്യത്തിൽ എന്തിനാണ് അത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയത് എന്നുൾപ്പെടെ ചോദ്യമായി ഉയരുന്നുണ്ട്. ഒപ്പം ഈ നിലവിൽ ഈ 2025 അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ പോലും താൻ സ്വന്തം നിലയ്ക്ക് കൊണ്ടുപോകാമെന്ന ഒരു നിർദ്ദേശം ഉണ്ണികൃഷ്ണൻ പോറ്റി മുന്നോട്ട് വച്ചതായി ദേവസ്വം ബോർഡ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ദേവസ്വം ബോർഡ് അംഗീകരിക്കാതെയാണ് കൃത്യമായി തിരുവാഭരണം കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ, ഒപ്പം ദേവസ്വം വിജിലൻസ് പോലീസിന്റെ ഉൾപ്പെടെ മേൽനോട്ടത്തിൽ ചെന്നൈയിലെ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത്. അതിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ പാലിച്ചുവെന്ന് ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നു. പക്ഷേ ഈ മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഈ നടപടിക്രമങ്ങൾ ഒന്നും തന്നെ 2019 പാലിക്കപ്പെട്ടില്ല. ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ മൗനാനുവാദത്തോട് കൂടിയാണ് അന്ന് ഇവിടെ കൊണ്ടുപോയിട്ടുള്ളത്, ഈ ചെന്നൈയിൽ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയത്. അതിന് പിന്നാലെ ഈ സ്വർണം പൂശിയ ശേഷം ഈ സ്വർണ്ണപ്പാളികൾ തിരികെ പുനഃസ്ഥാപിക്കുന്ന ഘട്ടത്തിൽ പോലും തൂക്കമെടുക്കുകയോ അല്ലെങ്കിൽ കൃത്യമായ ഒരു പരിശോധന നടന്നോ എന്ന കാര്യം തിരുവാഭരണം കമ്മീഷണറും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഉന്മേഷ്, ശരി, MG പ്രതീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.